നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഇക്കുറി കേരളത്തിൽ ഭരണം പിടിക്കുമെന്നും തിരുവനന്തപുരം തുടക്കം മാത്രമാണെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദം. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി ജനപ്രിയ വാഗ്ദാനങ്ങൾ ആവർത്തിച്ചു. പുത്തിരിക്കണ്ടം മൈതാനത്ത് നടന്ന പരിപാടിയിൽ BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും മോദി തുടക്കമിട്ടു. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തിറങ്ങിയ പ്രധാനമന്ത്രിയെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സൈനിക, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചേർന്നാണ് സ്വീകരിച്ചത്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ മേയർ സ്വീകരിക്കാനെത്തുന്നതാണ് പതിവ്. എന്നാൽ പ്രഖ്യാപന ചടങ്ങുകളിൽ കസേര നൽകിയെങ്കിലും മേയർ VV രാജേഷിന് സ്വീകരണ ചടങ്ങിൽ സുരക്ഷ ചൂണ്ടി സാന്നിധ്യം നിഷേധിച്ചു. എത്തേണ്ടിയിരുന്ന തിരുവനന്തപുരം MP ആയ ശശി തരൂരിനും കസേരയില്ലായിരുന്നു. സുഹൃത്തുക്കളെ വിളിക്ക് പിന്നാലെ വികസിത ഭാരതമെന്ന എക്കാലത്തെയും ലക്ഷ്യം മോദി തിരുവനന്തപുരത്തും ആവർത്തിച്ചു. വികസിത കേരളവും ചേർത്ത് പറഞ്ഞു. തിരുവനന്തപുരത്തെ സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കി മാറ്റും. കേരളത്തിലെ കേന്ദ്ര പദ്ധതികൾ എണ്ണിപ്പറഞ്ഞായിരുന്നു പ്രസംഗം. 3 അമൃത് ഭാരത് ട്രെയിനുകളും മോദി ഫ്ലാഗ് ഓഫ് ചെയ്തു. 2020 അധ്യക്ഷൻ സാബു ജേക്കബും വേദിയിലെത്തിയിരുന്നു. NDA ബാന്ധവത്തിൻ്റെ താലവും കൈമാറി. ഇനി കേരളം പിടിക്കുമെന്ന മോദിയുടെ അവകാശവാദം BJP പ്രവർത്തകർ പോലും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ തിരുവനന്തപുരം നഗരസഭാ ഭരണത്തിൻ്റെ ബലത്തിൽ ചില സീറ്റുകളെങ്കിലും പിടിച്ചെടുക്കണം. അതിനാണ് NDAയുടെ ശ്രമം. അതിനുള്ള രാഷ്ട്രീയ പ്രചാരണത്തിനാണ് മോദി തുടക്കം കുറിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം കലുഷിതമായ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇനി എന്തൊക്കെ നടക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം. ഇനി ഇന്നത്തെ ദേശീയ വാർത്തയിലേക്ക്. മണിപ്പൂരിൽ വംശീയ കലാപങ്ങളുടെ മുറിവുണങ്ങുന്നതിനെ ആരാണ് ഭയക്കുന്നത്? സംസ്ഥാനം സമാധാനത്തിലേക്ക് മടങ്ങുന്നതിനെ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത്? കഴിഞ്ഞ ദിവസം മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിൽ മെയ്തേയ് വിഭാഗക്കാരനായ യുവാവിനെ കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വെടിവെച്ച് കൊലപ്പെടുത്തി. സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻസ് കരാറിൽ ഒപ്പിടാത്ത യുണൈറ്റഡ് കുക്കി നാഷണൽ ആർമി എന്ന സംഘടനയിലെ അംഗങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിൻ്റെ നിഗമനം. കാങ്ചിങ് സ്വദേശിയും 28-കാരനുമായ മയാലങ്ബാം ഋഷികാന്ത സിംഗാണ് കൊല്ലപ്പെട്ടത്. നേപ്പാളിൽ ജോലി ചെയ്യുന്ന ഋഷികാന്ത അവധിക്ക് നാട്ടിലെത്തി കുക്കി വിഭാഗത്തിൽപ്പെട്ട ഭാര്യ ചിങ്നു ഹവോപ്പിക്കൊപ്പം താമസിക്കുന്നതിനിടെയാണ് സംഭവം. സംസ്ഥാനത്ത് നടക്കുന്ന ക്രമസമാധാന നീക്കങ്ങൾക്ക് തിരിച്ചടിയായാണ് നിലവിലത്തെ സംഭവങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ബുധനാഴ്ച വൈകിട്ട് സായുധ സംഘം ദമ്പതികളെ ചുരാചന്ദ്പൂർ തോയ്ബോങ്ങിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. യുവാവിനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ യുവതിയെ വിട്ടയച്ചു. കൈകൂപ്പി ജീവന് വേണ്ടി യാചിക്കുന്ന യുവാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ അക്രമികൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കിട്ടിട്ടുണ്ട്. സമാധാനമില്ല, ജനകീയ സർക്കാരില്ല എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പുറത്തുവിട്ടത്. നട്ചാങ് ഗ്രാമത്തിൽ നടന്ന തെരച്ചിലിൽ വ്യാഴാഴ്ച പുലർച്ചെയാണ് യുവാവിൻ്റെ മൃതദേഹം കണ്ടെടുത്തത്. മണിപ്പൂരിൽ കലാപത്തെ തുടർന്ന് മെയ്തേയ് വിഭാഗക്കാർ കുക്കി ഭൂരിപക്ഷ പ്രദേശത്തോ കുക്കി വിഭാഗം മെയ്തേയ് ഭൂരിപക്ഷ പ്രദേശത്തോ പ്രവേശിക്കാറില്ല. ഋഷികാന്തിനെ ഒപ്പം താമസിപ്പിക്കാൻ ഭാര്യ കുക്കി നാഷണൽ ഓർഗനൈസേഷനിൽ നിന്ന് അനുമതി വാങ്ങിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അനുമതി നൽകിയിട്ടില്ലെന്നാണ് സംഘടനയുടെ വിശദീകരണം. വംശീയ കലാപത്തിൽ മനസ്സ് മരവിച്ച മണ്ണാണ് മണിപ്പൂരിൻ്റേത്. വംശഹത്യയിൽ 260-ലേറെ പേർ കൊല്ലപ്പെടുകയും 60,000-ലേറെ അധികം ആളുകൾ പലായനം ചെയ്യപ്പെട്ടുവെന്നുമാണ് കണക്കുകൾ. കുടിയിറക്കപ്പെട്ടവരിൽ ഭൂരിഭാഗം ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുടെ തേങ്ങൽ ഇനിയും അടങ്ങിയിട്ടില്ല. സർക്കാർ, സമുദായ സംഘടനകളും സർക്കാരും ചേർന്ന് സമാധാന ശ്രമങ്ങൾ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനിടെയാണ് പുതിയ സംഭവം. ചോദ്യം ഇനിയും ബാക്കിയാണ്. മണിപ്പൂരിൻ്റെ മുറിവുണങ്ങുന്നതിനെ ആരാണ് ഭയപ്പെടുന്നത്? ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്ത പരിശോധിക്കാം. അന്താരാഷ്ട്ര ഉപരോധങ്ങളും തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയും ആഭ്യന്തര പ്രക്ഷോഭങ്ങളും കൊണ്ട് വീർപ്പുമുട്ടുകയാണ് ഇറാൻ. ഇതിനിടെ അമേരിക്ക ആ രാജ്യത്തിനെതിരെ നീക്കം ശക്തമാക്കുകയാണ്. ഗൾഫ് തീരത്തേക്ക് തങ്ങളുടെ വമ്പൻ അർമാഡ പടക്കപ്പൽ വ്യൂഹം അയച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അത് ഉപയോഗിക്കേണ്ടി വരില്ലെന്നും ട്രംപ് പറയുന്നു. ഔദ്യോഗിക വാഹനമായ എയർഫോഴ്സ് 1-ൽ കയറുന്നതിനിടെയായിരുന്നു ട്രംപ് മാധ്യമങ്ങളോട് വാർത്ത സ്ഥിരീകരിച്ചത്. ആ ദിശയിലേക്ക് പോകുന്ന ധാരാളം കപ്പലുകൾ US-ൻ്റേതായുണ്ട്. വലിയൊരു സംഘം യുദ്ധക്കപ്പലുകൾ തന്നെ ആ ദിശയിലേക്ക് പോകുന്നുണ്ട്. എന്താണ് സംഭവിക്കുകയെന്ന് കാണാമെന്നും ട്രംപ് പറയുന്നു. ദക്ഷിണ ചൈന കടലിൻ്റെ പരിസരത്ത് ചൊവ്വാഴ്ച വരെ ഉണ്ടായിരുന്ന USS അബ്രഹാം ലിങ്കൺ എന്ന വമ്പൻ യുദ്ധക്കപ്പൽ ഇപ്പോൾ ഗൾഫ് തീരത്തേക്ക് അടുക്കുകയാണ്. യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ കഴിവുള്ള USS അബ്രഹാം ലിങ്കൺ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ്. ഇതോടൊപ്പം 3 യുദ്ധക്കപ്പലുകളും ഗൾഫ് തീരത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. USS അബ്രഹാം ലിങ്കണ് പിന്നാലെ ധാരാളം ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും അമേരിക്ക അയക്കുന്നുണ്ട്. ഇറാനിൽ 837 പേരുടെ വധശിക്ഷ താൻ തടഞ്ഞെന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന സാധാരണക്കാരെ ആക്രമിച്ചു കൊന്നാൽ ഇറാനിൽ ഇടപെടുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന് നൽകുന്ന മുന്നറിയിപ്പ്. ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കയുടെ ഗൂഢാലോചനയുണ്ടെന്നാണ് ഇറാൻ ഭരണകൂടവും പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയും ആവർത്തിക്കുന്നത്. അമേരിക്കൻ ഭീഷണികൾക്കിടയിലും ആണവ പരീക്ഷണമടക്കം നടത്തുന്ന ഇറാനെ തടയാൻ ഇത്തരം സൈനിക വിന്യാസമടക്കമുള്ള സമ്മർദ്ദത്തിന് കഴിയുമോ എന്നതാണ് കണ്ടറിയേണ്ടത്.